Hello friends, welcome to Ernest Academy. So, 30 days video series in the 8th session ലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിക്കിന്റെ പോർഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. സോ, വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്, ടെസ്റ്റ് ഓൺ ബ്രിക്സ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് ബേസ്ഡ് ഓൺ ക്വാളിറ്റിയും വരുന്നിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ക്വാളിറ്റിയും വരുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഷേപ്പും വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ബേസ്ഡ് ഓൺ ക്വാളിറ്റി നോക്കാം. 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്, അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പം ഹൈ ക്വാളിറ്റി ബ്രിക്സ് ആണ് വരുന്നത്. യൂണിഫോം ഷേപ്പ്, സൗണ്ട് ആൻഡ് വെൽ ബേൺഡ്, വാട്ടർ അബ്സോർപ്ഷൻ ഗ്രേറ്റർ ദാൻ 20%, കംപ്രഷൻ സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 14 Nm². ഇത്രയാണ് പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇതിൽ എടുത്ത് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ വാട്ടർ അബ്സോർപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പം ക്വാളിറ്റി കൂടിയ ബ്രിക്സ് ആണ്. അപ്പം ഇതിൻ്റെ ടേബിൾ മോൾഡഡ് ആയിരിക്കും, കൂടാതെ തന്നെ എന്താ കില്ലിലായിരിക്കും ബേൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 20%. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആയിരിക്കും വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 14 Nm². യൂണിറ്റും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചോളൂ. എപ്പോഴും പറയുന്നതാണ്, യൂണിറ്റ് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ്. ഇത് പ്ലാസ്റ്ററിങ് ആവശ്യമായ ബ്രിക്സ് ആണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. കൂടാതെ തന്നെ ഗ്രൗണ്ട് മോൾഡഡും കിൽബേണും ആണ്. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 22%. അവിടെ 20% ആയിരുന്നു, ഇവിടെ 22%. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോ ബ്രിക്സിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്ര ആണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 to 14 Nm² ആയിരിക്കും. അതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ തേർഡ് ക്ലാസ് ബ്രിക്സ്. ഇത് ടെമ്പററി സ്ട്രക്ചറിൻ്റെ വേണ്ടിയിട്ടായിരിക്കും ഈ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 25% ആണ്. വാട്ടർ അബ്സോർപ്ഷൻ ആണ് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പഠിച്ചു വെച്ചിരിക്കുക. കംപ്രഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കംപ്രഷൻ സ്ട്രെങ്ത് വരുന്നത് 3.5 to 7 Nm² ആണ്. ഫസ്റ്റിലത്തെ 14 ആയിരുന്നു, പിന്നെ 7 to 14 ആയി, ഇപ്പോൾ 3.5 to 7 Nm². ഓക്കെ. ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത ബ്രിക്സ് ആണ്. അത് സ്ലൈറ്റ്ലി ഓവർ ബേൺഡ് ബ്രിക്സ് ആയിരിക്കും. ഇനി അഗ്രിഗേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്. അതാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ഓക്കെ. അപ്പോൾ ഈ 4 ക്ലാസ്സും ഒന്ന് പഠിച്ചിരിക്കുക. ബേസ്ഡ് ഓൺ ക്വാളിറ്റിയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബേസ്ഡ് ഓൺ ഷേപ്പ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ബുൾനോസ് ബ്രിക്ക്. ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുമ്പം 1 എഡ്ജ് കർവ്ഡ് ആയിട്ടുള്ള, അതായത് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ നോക്കി അറിയാം, 1 എഡ്ജ് കർവ്ഡ് ആയിട്ടുള്ള ബ്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൗനോസ് ബ്രിക്ക്. കൗനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബുൾനോസ് പോലെ തന്നെയാണ്, പക്ഷേ 2 എഡ്ജ് കർവ്ഡ് ആയിരിക്കും. ഓക്കെ. അങ്ങനെ പറയുന്ന ബ്രിക്സിനെയാണ് കൗനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. വിത്ത് 2 എഡ്ജ് ആർ കർവ്ഡ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാനൽ ബ്രിക്ക്. ചാനൽ ബ്രിക്ക് എന്ന് പറയുമ്പോൾ അതിലൊരു വി ഷേപ്പ് നോച്ച്, ചാനൽ അല്ലെങ്കിൽ നോച്ച് ഉണ്ടായിരിക്കും. ഈ നോച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ബ്രിക്സിനെ നമ്മൾ പറയുന്നതാണ് ചാനൽ ബ്രിക്സ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കർവ്ഡ് ബ്രിക്സ്. കർവ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആർച്ച് പോലുള്ള കൺസ്ട്രക്ഷനൊക്കെ സർക്കുലർ മേസൺട്രിയുടെ സ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് നമ്മൾ കർവ്ഡ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കർവ്ഡ് ബ്രിക്സ്. കർവ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ മേസൺട്രി സ്ട്രക്ചറിൻ്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, കർവ്ഡ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഈ ഒരു ഷേപ്പ് ആയിരിക്കും, അതിന് കർവ്ഡ് ഷേപ്പ് ആയിരിക്കും വരുന്നത്. സർക്കുലർ മേസൺട്രി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോളോ ബ്രിക്സ് അല്ലെങ്കിൽ ക്യാവിറ്റി ബ്രിക്സ്. സെല്ലുലാർ ബ്രിക്സ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് ഫാസ്റ്റസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഒരു ഹോളോ ബ്രിക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/3 ഓഫ് സോളിഡ് ബ്രിക്ക് ഓഫ് സെയിം സൈസ്. ഒരു സെയിം സൈസുള്ള സോളിഡ് ബ്രിക്കിൻ്റെ 1/3 വെയിറ്റ് മാത്രമേ എന്തിനുണ്ടാവൂ, ഒരു ഹോളോ ബ്രിക്കിന് ഉണ്ടാവത്തുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് പെർഫറേറ്റഡ് ബ്രിക്സ്. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 to 45% ഓഫ് ദ ടോട്ടൽ ഏരിയ. എന്തിൻ്റെ ഏരിയ, പെർഫറേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ക്യാവിറ്റി അതായത് പെർഫറേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 30 to 45% ഓഫ് ടോട്ടൽ ഏരിയ. മൊത്തം ഏരിയയുടെ 30 to 45% ആയിരിക്കും. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷനും കംപ്രഷൻ സ്ട്രെങ്തും പറയുന്നുണ്ട്. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 15%. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ 3-4 പോയിന്റ് ആയി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 7 Nm² ആയിരിക്കണം.
യൂണിറ്റ് ശ്രദ്ധിച്ചോളൂ, ഗ്രേറ്റർ ദാൻ 7 Nm/mm². ഓക്കെ, ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസാണ് പഠിക്കാനുള്ളത്, ഫയർ ബ്രിക്സ് അല്ലെങ്കിൽ റിഫ്രാക്ടറി ബ്രിക്സ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, ഇതിലെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഇവിടെ ഈ ക്ലേ, ഇത് ഫയർ ബ്രിക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലേ എന്ന് പറയുന്നത് ഫയർ ക്ലേ ആണ്. ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഇത് വിത്ത് സ്റ്റാൻഡ് ഹയർ ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർ ബ്രിക്സ് സാധാരണ ഉപയോഗിക്കാറ്. ഈ ഓൾട്ടർനേറ്റീവ് നെയിമും പഠിച്ചോളാം. കളർ എന്ന് പറയുന്നത് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും ഇതിൻ്റെ കളർ വരുന്നത്. വാട്ടർ അബ്സോർപ്ഷനും പറയുന്നുണ്ട്, 5 to 10% ആണ് വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്. കംപ്രഷൻ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 20 തൊട്ട് 22 Nm/mm² ആണ് കംപ്രഷൻ സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യും? റെഡ്യൂസ് ദ ഹീറ്റ് ഫ്ലോ കുറയ്ക്കാൻ ഈ ബ്രിക്സ് സഹായിക്കും. ഇതാണ് ഫയർ ബ്രിക്സിൻ്റെ പ്രത്യേകത വരുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെസ്റ്റ് ഓൺ ബ്രിക്സ് ആണ്. ടെസ്റ്റ് മെയിനായിട്ട് 5 ടെസ്റ്റാണ് വരുന്നത്. അബ്സോർപ്ഷൻ ടെസ്റ്റ്, ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, പ്രസൻസ് ഓഫ് സോലുബിൾ സാൾട്ട്, സൈസ് ടെസ്റ്റ്. അപ്പം ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റിലെ 24 മണിക്കൂർ നമ്മൾ ബ്രിക്ക് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിടും. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ്റെ അളവ് എന്തെന്ന് പറയുക, നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? അബ്സോർപ്ഷൻ ടെസ്റ്റിൽ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗുഡ് ബ്രിക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ്. ഇതിൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 14 Nm/mm² ആണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസ് എ കാറ്റഗറിയിലും, ക്രഷിംഗ് സ്ട്രെങ്ത് 7.5 to 14 Nm/mm² ആണെങ്കിൽ ക്ലാസ് എ കാറ്റഗറിയിലും നമ്മൾ ഉൾപ്പെടുത്തും. ഇതാണ് വരുന്നത്. ക്ലാസ് എ കാറ്റഗറിയും ക്ലാസ് എ കാറ്റഗറി ആയിട്ട് മാറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു PYQ ആണ്, ഈ പോയിന്റ് പഠിക്കാം. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആസ് പെർ IS കോഡ് പറയുന്നത് 3.5 Nm/mm² ആണ്. ഓക്കെ, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 3.5 Nm/mm² ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഹാർഡ്നെസ് ടെസ്റ്റ് പറയുമ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മളൊരു ബ്രിക്കിൻ്റെ സർഫസിൽ നെയിൽ വെച്ചിട്ടൊരു സ്ക്രാച്ച് ഫോം ചെയ്യും. അപ്പം അവിടെ യാതൊരു ഇംപ്രഷനും ഇല്ലെങ്കിൽ അതെന്താ? സഫീഷ്യൻ്റ്ലി ഹാർഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതാണ് ഹാർഡ്നെസ് ടെസ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോലുബിൾ സാൾട്ട്, ആബ്സെൻസ് ഓഫ് ഗ്രേ ഓർ വൈറ്റ് ഡെപ്പോസിറ്റ്. നമ്മൾ പറഞ്ഞു എഫ്ലോറസൻസ് അല്ലേ? എഫ്ലോറസൻസിൻ്റെ ആബ്സെൻസ് ആണെങ്കിൽ സോലുബിൾ സാൾട്ട് ഇല്ലെന്നാണ് കാണിക്കുന്നത്. ഉണ്ടെങ്കിൽ എന്താണ്? അത് എഫ്ലോറസൻസ് ആണ്, അഥവാ സോലുബിൾ സാൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് സൈസ് ടെസ്റ്റ്. സൈസ് ടെസ്റ്റിൽ ലെങ്ത് ടെസ്റ്റും വരുന്നുണ്ട്, വിഡ്ത്ത് ടെസ്റ്റും വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് 20 ബ്രിക്സ് നമ്മൾ എന്താ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3800 ± 120 mm ആയിരിക്കും. ഒരു ടോളറൻസ് കൂടെ പറയുന്നത് 120 mm ആയിരിക്കണം സൈസ് ടെസ്റ്റിൽ ലെങ്ത് ടെസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പോൾ വിഡ്ത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് 20 ബ്രിക്സ് നമ്മൾ എന്താ വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ടോട്ടൽ വിഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ടെസ്റ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ടെസ്റ്റ് എന്ന് ഇതിനെ പറയാറുണ്ട്. എന്താ ടോട്ടൽ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1800 ± 60 mm ആയിരിക്കണം. ഇതിൽ യൂണിറ്റ്സ് കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതാണ് സൈസ് ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ സൈസ് ടെസ്റ്റിൽ തന്നെ ലെങ്ത് ടെസ്റ്റും ഉണ്ട്, വിഡ്ത്ത് ടെസ്റ്റും ഉണ്ട്. ഇതിൽ ടോട്ടൽ ലെങ്തിൻ്റെ ടോട്ടൽ വിഡ്ത്തിൻ്റെ ടോളറൻസും പറയുന്ന വാല്യൂം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. നോക്കാൻ പോകുന്നത് ബ്രിക്ക് മേസണറി ആണ്. പൊതുവെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അറിയാം, റെഗുലറായിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ടെക്നിക്കൽ ടേംസും ബോൺസും ആണ് നോക്കുന്നത്. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്നിക്കൽ ടേംസ് കുറേ വരുന്നുണ്ട്, അപ്പോൾ എല്ലാ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ബേസിക് ടേംസ് എല്ലാം നമുക്ക് ഒരു ബേസ് ആണ് തരുന്നത്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൺസ് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രെച്ചർ എന്ന് പറയുമ്പോൾ ബ്രിക്ക് ലേഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദ ബോൾ. നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുമ്പം ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബ്രിക്ക് ലേ ചെയ്യുമ്പോൾ ലെങ്ത് വൈസ് വോളിന് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെച്ചർ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹെഡറാണ്. ഹെഡർ പറയുമ്പോൾ എന്താ വിഡ്ത്ത് പാരലൽ ടു ദ ഫേസ് ഓഫ് ദി ബോൾ ആണെങ്കിൽ അതിനെ ഹെഡർ എന്ന് പറയുന്നു. അതായത്
ഈ പോർഷനായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ടേംസ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അറൈസസ്. അറൈസസ് എന്ന് പറയുന്ന എഡ്ജ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻ സർഫസ് ഓഫ് ബ്രിക്ക്. എന്താ, രണ്ട് എഡ്ജുകൾ തമ്മിൽ, രണ്ട് പ്ലെയിൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജിനെ പറയുന്നതാണ് എന്ത്, അറൈസസ്. അപ്പോൾ ഈ പോർഷൻ ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം, അറൈസസ് എന്ന് പറയാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെഡ്. ബെഡ് എന്ന് പറയുന്നത് ലോവർ ഓർ അണ്ടർ സർഫസ് ഓഫ് എ ബ്രിക്ക് വെൻ ലേയിങ് ഫ്ലാറ്റ്. ഫ്ലാറ്റായിട്ട് ലേ ചെയ്യുമ്പം അതിൻ്റെ ലോവർ പോർഷനെ അല്ലെങ്കിൽ അണ്ടർ പോർഷനെ പറയുന്നതാണ് എന്ത്, അണ്ടർ സർഫസിനെ പറയുന്നതാണ് എന്ത്, ബെഡ് എന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുന്ന വേർഡാണ്, ഇനി നെക്സ്റ്റ് നോക്കുന്ന ടേമാണ് പെർപെൻസ്. പെർപെൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ജോയിൻസ്. ഇതാ ഫിഗർ കാണിക്കാം. വെർട്ടിക്കൽ ജോയിൻസ്, ഈ വെർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർപെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻസ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് എയ്തർ ഇൻ ലെങ്ത് വൈസ് ഡയറക്ഷൻ ഓർ ക്രോസ് ഡയറക്ഷൻ. ലെങ്ത് വൈസ് ഡയറക്ഷനിലോ ക്രോസ് ഡയറക്ഷനിലോ എന്തിനാ, ബ്രിക്കുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ജോയിൻസിനെയാണ് നമ്മൾ പെർപെൻസ് എന്ന് പറയുന്നത്. ഈ ടേമൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാപ്പ്. ലാപ്പ് എന്ന് പറയുമ്പം ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ലാപ്പ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് കോഴ്സുകൾ തമ്മിൽ വരുമ്പോൾ ബ്രിക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്പ് എന്ന് പറയുന്നത്. ഇതേ നോക്കിക്കേ, ഈ വെർട്ടിക്കൽ ജോയിൻസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്പ് എന്ന് പറയുന്നത്. നോക്കാം, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ജോയിൻസ് ഇൻ ദ സക്സസീവ് ലെയർ. ഓക്കെ ആണല്ലോ. ഒരു നല്ല ഗുഡ് ബോണ്ട് കിട്ടണമെങ്കിൽ നമ്മളുടെ ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 1/4 ടൈംസ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ബ്രിക്ക്. ഒരു ബ്രിക്കിൻ്റെ 1/4 ആയിരിക്കണം ആ ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഗുഡ് ബോണ്ട് കിട്ടും. ഓക്കെ, ലാപ്പും അപ്പോൾ പെർപെൻസും ലാപ്പും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ക്ലോസർ അല്ലേ. ക്വസ്റ്റ്യൻസ് പൊതുവേ വരുന്നൊരു ഭാഗമാണ് അല്ലേ. നോക്കാം, എ ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് ഇൻ ഇറ്റ്സ് ലെങ്ത് വൈസ് ഡയറക്ഷൻ. ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പം കിട്ടുന്നതാണ് ക്ലോസർ. അപ്പോൾ ക്ലോസർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ക്വീൻ ക്ലോസർ, കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ, മീറ്റർ ക്ലോസർ. ഓക്കെ ആണല്ലോ. ഓരോന്നും നമുക്ക് ഫിഗർ വെച്ച് തന്നെ പഠിക്കാം. ക്വീൻ ക്ലോസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് ഫുള്ളായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് വിഡ്ത്തിനെ ഹാഫായിട്ട് കട്ട് ചെയ്യും. ഫിഗർ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. പഠിക്കുന്ന സമയത്ത് നിങ്ങളുടേതായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കൺവീനിയൻ്റ് ആയിട്ട് ഓരോരുത്തർക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അങ്ങനെ ഫിഗർ വെച്ച് പഠിക്കുക, ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ ട്രിക്സ് സ്മാർട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്വീൻ ക്ലോസർ വരുമ്പോൾ എന്താണ് പറഞ്ഞത്, വിഡ്ത്തിനെ ഹാഫായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ലെങ്ത് ഫുള്ളായിട്ട് തന്നെ നിർത്തിക്കോളും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കിങ് ക്ലോസർ നോക്കുകയാണെങ്കിൽ ലെങ്ത് വൈസ് ആയാലും വിഡ്ത്ത് വൈസ് ആയാലും ഹാഫ് പോർഷൻ വെച്ച് കട്ട് ചെയ്ത് ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബിവൽഡ് ക്ലോസർ നോക്കുകയാണെങ്കിൽ ബിവൽഡ് ക്ലോസർ വരുമ്പം വിഡ്ത്തിനെ ഹാഫായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ലെങ്തിനെ ഫുള്ളായിട്ട് തന്നെ നിർത്തും. എന്നിട്ട് എന്താ, ഒരു ട്രയാങ്കുലർ പോർഷൻ ലെങ്തിലോട്ട് ഒരു സൈഡിലെ വിഡ്ത്തിനെ ഹാഫ് കട്ട് ചെയ്ത് മറ്റേ പോർഷൻ കോർണറിലോട്ട് കൊണ്ടുവന്ന് ലെങ്ത് ഫുള്ളായിട്ട് തന്നെ നിർത്തി വിഡ്ത്ത് ഹാഫാക്കി ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിവൽഡ് ക്ലോസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്ലോസർ. മീറ്റർ ക്ലോസർ വരുമ്പം വിഡ്ത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് എന്താ 40 to 50 നെക്സ്റ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്ലോസർ. അതെന്ന് പറയുന്നത് എന്താണ്, ലെങ്തിൻ്റെ ഒരു പോർഷനിൽ നിന്ന് 45 to 60 ഡിഗ്രി ആംഗിളിൽ ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീറ്റർ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റ്. ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ബാറ്റ് എന്ന് പറയുമ്പോൾ ബ്രിക്ക് ഒബ്റ്റൈൻഡ് ബൈ കട്ടിങ് ഇറ്റ് ഇൻ വിഡ്ത്ത് വൈസ് ഡയറക്ഷൻ. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാഫ് ബാറ്റും 3/4 ബാറ്റും. അത് നമുക്ക് ഫിഗർ നോക്കാം. ഹാഫ് ബാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ ഹാഫ് വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഹാഫ് ബാറ്റ് കിട്ടും. 3/4 ആകുമ്പം 3/4 1/4 ആയിട്ട് വിഡ്ത്ത് വൈസ് ഡയറക്ഷനിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ 3/4 ബാറ്റ് അല്ലെ 3/4 ബാറ്റ് കിട്ടും. അങ്ങനെയാണ് ഹാഫ് ബാറ്റും 3/4 ബാറ്റും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈമാണ് ഫ്രോഗ്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഓൺ ദ ഫേസ് ഓഫ് ദ ബ്രിക്ക് ഫോർ ദ പർപ്പസ് ഓഫ് ഫോമിങ് എ കീ ഫോർ ദ മോട്ടാർ. ഈ സെൻറ്റൻസ് തന്നെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക. അപ്പോൾ എന്താ,
ഡിപ്രഷൻ എന്ന് പറയുന്ന ഫ്രോഗ് എന്ന് വെച്ചാൽ ഫേസ് സർഫസിൽ ഒരു ഡിപ്രഷൻ ഫോം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫോമിങ് എ കീ ഫോർ ദ മോട്ടാറുമായിട്ട് ഒരു നല്ല ബോണ്ട് വരാൻ വേണ്ടിയിട്ട് ഡിപ്രഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി ഫ്രോഗിൻ്റെ നമ്പേഴ്സ് പറയുന്നത് നമ്മൾ പഠിച്ചു. ഹാൻഡ് മോൾഡഡ് ബ്രിക്സ് പഠിച്ചിട്ടുണ്ട്, പ്രസ്ഡ് ബ്രിക്സ്, വയർ കട്ട് ബ്രിക്സ് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹാൻഡ് മോൾഡഡ് ആകുമ്പം ഒരു ഫ്രോഗ് മാത്രമേ കാണത്തുള്ളൂ, അത് അപ്പർ സൈഡിലായിരിക്കും, അതായത് അപ്പർ ഫേസിലായിരിക്കും. പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ 2 ഫ്രോഗ്സ് വരും, കാരണം അത് മെഷീൻ മെയ്ഡ് ആയതുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ 2 ഫേസിൽ നമുക്ക് ഫ്രോഗ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വയർ കട്ട് ബ്രിക്സ് വരുമ്പം അവിടെ ഫ്രോഗ്സ് ഇല്ല. അപ്പോൾ ഈ ഫ്രോഗ്സിൻ്റെ നമ്പേഴ്സ് വരെ ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ഡയമെൻഷൻ ഓഫ് ഫ്രോഗ് പറയുന്നത് ഈ ഡയമെൻഷനാണ് പറയുന്നത്. 10/4/1 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയാണ് ഫ്രോഗിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റേക്കിംഗ് ബാക്ക്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ്. ഇഫ് ദ വോൾ ടെർമിനേറ്റ്സ് ഇൻ ദ സ്റ്റെപ്പ്ഡ് മാനർ ദെൻ ദ ഫാഷൻ അഡോപ്റ്റഡ് ഈസ് കോൾഡ് റേക്കിംഗ് ബാക്ക്. നമ്മൾ ഒരു വർക്ക് നിർത്തുമ്പോൾ അതിനെ ഒരു സ്റ്റെപ്പ്ഡ് മാനറിലാണ് നിർത്തുന്നതെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? റേക്കിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടൂത്തിങ്. ഇതുപോലെ തന്നെ എന്താണ് വർക്ക് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഓൾട്ടർനേറ്റ് പ്രൊജക്ഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ടൂത്തിങ് എന്ന് പറയും. ഫിഗർ കാണുന്ന പോലെ ഓൾട്ടർനേറ്റ് പ്രൊജക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ ടൂത്തിങ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ടൈമാണ് ഫേസ്. ഫേസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് ദ വോൾ എക്സ്പോസ്ഡ് ടു വെതറിനെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വോൾ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ക് എന്ന് പറയുന്നത് ഇന്നർ സർഫസ് ആയിരിക്കും. എന്താ? വിച്ച് ഈസ് നോട്ട് എക്സ്പോസ്ഡ് ടു വെതറിനെ എക്സ്പോസ് ചെയ്യാത്ത ഇന്നർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേസിങ്. ഈ ഫേസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ബാക്കിങ് വരുന്നത്. മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ ബാക്ക് ഓഫ് ദ വാൾ ആണ് എന്ത് പറയുന്നത്? ബാക്കിങ് എന്ന് പറയുന്നത്. ഇനി ഈ പോർഷൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്ന ടേമാണ് ഹേർട്ടിങ്. ഹേർട്ടിങ് എന്ന് വെച്ചാൽ ഇൻറ്റീരിയർ പോർഷൻ ബിറ്റ്വീൻ ഫേസിങ് ആൻഡ് ബാക്കിങ്. ഫേസിങ്ങിൻ്റെ ബാക്കിങ്ങിൻ്റെ ഇൻറ്റീരിയർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹേർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് കടക്കാണ് ബോൺസ് ഇൻ ബ്രിക്ക് വർക്ക്. ഇപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ബോണ്ടാണ് ഇന്ന് നോക്കുന്നത്. സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ഗാർഡൻ വാൾ ബോണ്ട്, റേക്കിംഗ് ബോണ്ട്. അപ്പോൾ ഓരോന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ബോണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുമ്പം എല്ലാ കോഴ്സിലും സ്ട്രെച്ചർ എന്നാണ് ഹെഡർ ഞാൻ പറഞ്ഞില്ലേ, ബേസിക് ടേംസ് ആണ് അതൊക്കെ. ആ ടേംസ് പഠിച്ചാലേ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കോഴ്സിലും സ്ട്രെച്ചേഴ്സ് മാത്രം. കോഴ്സ് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിക്ക്, ഇത്ര ഒരു ലെയറായിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ബ്രിക്കിനെ നമ്മൾ കോഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ സ്ട്രെച്ചർ ബോണ്ട് വരുമ്പം എല്ലാ കോഴ്സിലും എന്താണ് സ്ട്രെച്ചേഴ്സ് മാത്രം അറേഞ്ച് ചെയ്തായിരിക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെ നമ്മൾ സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ ഹെഡർ ബോണ്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ് എല്ലാ കോഴ്സിലും നമുക്ക് ഹെഡേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റീവ് ലെയേഴ്സിലായിരിക്കും സ്ട്രെച്ചേഴ്സും ഹെഡേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കാം. കണ്ടില്ലേ? ഫസ്റ്റ് കോഴ്സിൽ സ്ട്രെച്ചേഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്മളത് ഹെഡേഴ്സിൻ്റെ കോഴ്സ് കൊടുക്കും. അതുപോലെ നെക്സ്റ്റ് വരുമ്പോൾ വീണ്ടും സ്ട്രെച്ചേഴ്സ്, അങ്ങനെയായിരിക്കും കോഴ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം ഫ്ലെമിഷ് ബോണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഈച്ച് കോഴ്സിൽ ഓൾട്ടർനേറ്റ് സ്ട്രെച്ചേഴ്സ് ആൻഡ് ഹെഡേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡർ, പിന്നെ സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, അങ്ങനെ ആയിരിക്കും അറേഞ്ച്മെൻറ്റ് പോകുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇംഗ്ലീഷ് ബോണ്ട് ആണെങ്കിൽ ഓരോ കോഴ്സും ഓൾട്ടർനേറ്റീവ് കോഴ്സ് സ്ട്രെച്ചേഴ്സ് അല്ല ഹെഡേഴ്സ് കൊടുക്കും. ഫ്ലെമിഷ് ബോണ്ടിലാണെങ്കിൽ ഈച്ച് കോഴ്സിൽ അതത് കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും കൊടുത്തുകൊണ്ട് പോരും. അങ്ങനെയാണ് ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇംഗ്ലീഷ് ഗാർഡൻ വാളും ഫ്ലെമിഷ് ഗാർഡൻ വാളും. ഇംഗ്ലീഷ് ഗാർഡൻ വാൾ എന്ന് പറയുമ്പം നോക്കിക്കേ, 3 കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ് ടു 1 കോഴ്സസ് ഓഫ് ഹെഡേഴ്സ്. കണ്ടോ? ഒരു ഹെഡർ കോഴ്സ് വന്നു കഴിഞ്ഞാൽ, ഫിഗർ നോക്കി പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഒരു ഹെഡർ കോഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ 3 സ്ട്രെച്ചർ, 3ഓ 5ഓ വരാം. അങ്ങനെ ഓഡ് നമ്പറാണ് പൊതുവെ വരാറ്. നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 3 കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ് ഓർ ആൻ ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 3. 5ഓ 3 അല്ലെങ്കിൽ 5 അങ്ങനെ ഓഡ് നമ്പർ വരുമ്പം എന്ത് കൊടുക്കും? ഹെഡേഴ്സ് വീണ്ടും കൊടുക്കും. ഒരു ഹെഡറിന് 3 സ്ട്രെച്ചർ, അങ്ങനെയാണ് എന്ത് വരുന്നത്? ഇംഗ്ലീഷ് വരുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു
സ്ട്രെച്ചർ കോഴ്സ് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് കൊടുക്കുമായിരുന്നു, സ്ട്രെച്ചർ ഹെഡർ കോഴ്സുകൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ, ഒരു ഹെഡർ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ഹെഡർ സ്ട്രെച്ചർ കോഴ്സ് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത ഹെഡർ കോഴ്സ് കൊടുക്കത്തുള്ളൂ. ഇനി ഫ്ലെമിഷ് വോൾ വരുമ്പം അത് അപ്പം പ്രത്യേകത തിരിച്ചു വരും. എന്താ, ഒരു കോഴ്സിൽ തന്നെ ഈച്ച് കോഴ്സിൽ തന്നെ 3 സ്ട്രെച്ചർ വന്നതിന് ശേഷം മാത്രമേ ഒരു ഹെഡർ വരത്തുള്ളൂ. അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഫ്ലെമിഷ് ഗാർഡൻ വാൾ എന്ന് പറയും. 3 സ്ട്രെച്ചേഴ്സ് ടു എവരി ഹെഡർ. ഓക്കെ, അങ്ങനെയാണ് ഈച്ച് കോഴ്സിൽ അങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയും, ഫ്ലെമിഷ് ഗാർഡൻ വാൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റേക്കിംഗ് ബോണ്ട്. റേക്കിംഗ് ബോണ്ട് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, അതുപോലെ തന്നെ സിക്സാഗ് ബോണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡയഗണൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോർണറിന് ഒരു 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കോഴ്സസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെറിംഗ് ബോണ്ട് ആകുമ്പോൾ ഒരു സെൻട്രൽ ലൈൻ ഉണ്ടായിരിക്കും. അതിന് ഇരുവശത്തേക്കും ഒരു 45 ഡിഗ്രി ടു 60 ഡിഗ്രി ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കോഴ്സസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെറിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിക്സാഗ് മാനറിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സിക്സാഗ് ബോണ്ട് എന്നും പറയും. അപ്പം ഇത്രയും വരുന്നതിൽ നമ്മൾ റേക്കിംഗ് ബോണ്ട് പൊതുവെ തിക്കർ വോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഡയഗണൽ ബോണ്ട്, ഹെറിംഗ് ബോണ്ട്, സിക്സാഗ് ബോണ്ട് ഇവയൊക്കെയാണ് റേക്കിംഗ് ബോണ്ടിൽ വരുന്നത്. ഇത്രയാണ് നമ്മുടെ പോർഷൻസ്. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൂടെ അടുത്ത സെഷനിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ കാണുക. വീണ്ടും കാണാം. താങ്ക്